ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിട പറയുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഹൃദയക്കൂട്ടുകൊണ്ട് വിരുന്നൊരുക്കിയ കർത്താവിൻ്റെ ഓർമ്മയുടെ ദിനമാണ് ഇന്ന്. ഏവർക്കും പെസഹ വ്യാഴത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും സ്നേഹത്തോടെ നേരുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടങ്ങൾ ക്രിസ്തു നമുക്കായി പങ്കുവച്ച പുണ്യദിനം, തന്നോട് കൂടെയായിരിക്കുവാൻ സ്വന്തം ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകി ഈശോ വിശുദ്ധ കുർബാനയായി മാറിയ ദിനം. വിശുദ്ധ കുർബാന ലോകാവസാനം വരെ പരികർമ്മം ചെയ്യാൻ തമ്പുരാൻ പൗരോഹിത്യം സ്ഥാപിച്ച ദിനം. സ്നേഹത്തിന്റെ പുതിയ കൽപ്പന പകർന്നു നൽകിയ ദിനം. വിനയത്തിന്റെയും എളിമയുടെയും പുത്തൻ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി, ഒറ്റിക്കൊടുക്കുന്നവന്റെയും തള്ളിപ്പറയുന്നവന്റെയും പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും ശുശ്രൂഷയുടെയും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച ദിനം. ഈ ഓർമ്മകളുടെ ദിനത്തിൽ എന്ത് സ്വന്തമാക്കണം എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരിക. യുഗാന്തം വരെ നമ്മളോട് കൂടെയായിരിക്കാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എന്നും കൂടെയായിരിക്കാൻ വിശുദ്ധ കുർബാനയായി മാറിയ ഈശോയുടെ ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടത്. സ്നേഹം പെയ്തിറങ്ങിയ ഒരു ദിനമായി പെസഹ ദിനത്തെ നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തെ നാം കാണുന്നുവെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് സ്വന്തം ജീവിതം വഴി പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുക. മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നിന്റെ സങ്കടങ്ങളുടെ തീരത്തും സന്തോഷങ്ങളുടെ സായാഹ്നങ്ങളിലും ഒരുപോലെ നിന്റെ കരം പിടിച്ച് നിന്റെ ഈശോ നിന്നോടൊപ്പമുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. ഒപ്പമാകാൻ അപ്പമായവൻ ജീവിത വഴിത്താരയുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ഒപ്പമുണ്ട്, കരുതലായും കാവലായും നിന്റെ സംരക്ഷണത്തിന് നിന്റെ വലതുവശത്തുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി വിശുദ്ധ കുർബാന മാറുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന, നാഥ കൂടെ വസിച്ചാലും എന്നുള്ള ആ വലിയ പ്രാർത്ഥന, അതായിരിക്കട്ടെ ഈ ദിവസവും ഇനി അങ്ങോട്ടും നമ്മുടെ ഹൃദയത്തിന്റെ താളമായി മാറേണ്ടത്. 1273 ഡിസംബർ മാസം 6-ാം തീയതി കത്തോലിക്ക സഭ കണ്ട മഹാപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വീനാസ് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ അപ്പവും വീഞ്ഞും മനുഷ്യന്റെ ശരീര രക്തങ്ങളായി രൂപാന്തരപ്പെട്ടു. ഇത്രയും നാൾ താൻ എഴുതി കൂട്ടിയവ ചപ്പും ചവറുമാണല്ലോ എന്നുള്ള വലിയ ഒമ്പരത്തോടുകൂടെ അതിരില്ലാത്ത ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് ആ മനുഷ്യൻ പിന്നീട് പേനയെടുക്കാതെ ഈശോ എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നിലകൊണ്ടുവെന്നാണ് ചരിത്രം പറയുക. പ്രിയമുള്ളവരെ, ഒരു വലിയ അനുഭവം സ്വന്തമാക്കാൻ നമുക്കും ആഗ്രഹിക്കാം. എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ വിശുദ്ധ കുർബാനയായി മാറിയത്, എൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കാനാണ് അവൻ സ്വന്തം ശരീരവും രക്തവും ദാനമായി നൽകിയത് എന്നുള്ള വലിയ ചിന്ത സ്വന്തമാക്കുമ്പോൾ തീർച്ചയായും ഈശോയോടുള്ള ആ ഒരു അഗാധമായ സ്നേഹത്തിൽ കൂടുതൽ ശക്തിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട് ഇസ്രായേൽ കുടുംബങ്ങളെ മാത്രമാണ് രക്ഷിച്ചതെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ ഈശോ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കു വേണ്ടിയാണ് നിലകൊള്ളുക. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിന്റെ സൗന്ദര്യത്തിലേക്കും സമ്പന്നതയിലേക്കും ദൈവം ഒത്തിരിയേറെ ഇടപെടലുകളിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചത്. പഴയ നിയമത്തിലെ പെസഹ ഒരു കടന്നുപോകലാണെങ്കിൽ സംഹാരദൂതന്റെ കടന്നുപോകലായാണ് പഴയ നിയമ പെസഹ ഓർമ്മയാകുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ പെസഹ കടന്നുപോകലല്ല, മറിച്ച് ഒരു കടന്നുവരലാണ്. വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നതാണ് പുതിയ നിയമത്തിലെ പെസഹ, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. പെസഹ ദിനം ലോകാവസാനം വരെ ഒപ്പമാകാൻ വിശുദ്ധ കുർബാനയായി മാറിയവൻ തന്റെ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യാൻ പൗരോഹിത്യം സ്ഥാപിച്ച ഓർമ്മ കൂടിയായി നിലകൊള്ളുന്നുണ്ട്. ഒരപ്പൻ തന്റെ കുഞ്ഞിന് തന്റെ പിറന്നാൾ ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള തന്റെ സർവ്വസ്നേഹവും പ്രകടമാക്കുന്ന ഒരു സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം കടകളിലൂടെയെല്ലാം കയറി, പക്ഷേ ആ സമ്മാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം വീട്ടിലെത്തി
തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന്റെ മൂർധാവിൽ തൻ്റെ സർവ്വസ്നേഹവും ചേർത്ത് വെച്ച് ഒരു ചുംബനം നൽകി. ഇന്നും ആ മകൾ തൻ്റെ അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക ഈ സ്നേഹ ചുംബനമാണ്. ഭൂമിയുടെ മൂർധാവിൽ ദൈവം സ്നേഹചുംബനം നൽകിയതാണ് വിശുദ്ധ കുർബാനയെങ്കിൽ ആ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത പിതാവിന്റെ സ്നേഹം ലോകം മുഴുവനിലേക്കും പങ്കുവയ്ക്കുവാൻ പൗരോഹിത്യം സ്ഥാപിച്ച ദിനം കൂടിയാണ് പുതിയ പെസഹ. വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്യമുള്ളൂ, പൗരോഹിത്യം ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാനയുള്ളൂ എന്നുള്ള വലിയ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ഒത്തിരിയേറെ വെല്ലുവിളികളും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും ഒക്കെ നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിന്റെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ പങ്കുവയ്ക്കാൻ സ്വന്തം ജീവനും സ്വന്തം ആഗ്രഹത്തെയും ത്യജിച്ച് മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ദിനമായി പെസഹ ദിനം മാറട്ടെ. സ്നേഹത്തിന്റെ പുതിയ കൽപ്പന ലോകത്തിനു മുഴുവനുമായി ഈശോ പങ്കുവച്ച ദിനമാണ് പെസഹ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ഒരു കൽപ്പന. മറ്റാരും സ്നേഹിച്ചതുപോലെയല്ല, മറിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈശോ എപ്രകാരമാണോ നമ്മെ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ പാഠം ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റിക്കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും പിന്നീട് കുരിശിന്റെ വഴിയിൽ അപ്രത്യക്ഷരാകുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും പകുത്തു നൽകിയ ആ വലിയ സ്നേഹം, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മെ മുറിപ്പെടുത്തുന്നവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാനും ഈശോയുടെ ഈ ഒരു മനോഭാവം സ്വന്തമാക്കി പൗലോസ്ലീഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പരിമളം പങ്കുവയ്ക്കുന്നവരായി മാറുവാൻ നമുക്കും ഈ ദിനം കഴിയട്ടെ. ഒറ്റിക്കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും ഒക്കെ പഴയ പെസഹായുടെ ഓർമ്മകളിൽ മാത്രം നിലകൊള്ളുന്നില്ല, മറിച്ച് ഇന്നിന്റെ സാഹചര്യങ്ങളിലും ഇന്നിന്റെ കാലഘട്ടത്തിലുമൊക്കെ ഒറ്റിക്കൊടുക്കുന്നവരായും തള്ളിപ്പറയുന്നവരായും ഓടിമറയുന്നവരായും ഒക്കെ നമ്മളും മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ പെസഹ ദിനം ഒരു വിചിന്തനമായി മാറട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്രകാരമുള്ള ഒരു സ്നേഹത്തിന്റെ നിറവിലാണ് ക്രിസ്തുവുമായി ഒന്നിച്ച് ജീവിക്കുന്നത്? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിലും അവന്റെ സ്നേഹം എന്നെ എപ്പോഴും പൊതിയുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ. അവസാനമായി വിനയത്തിന്റെയും ശുശ്രൂഷയുടെയും പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഒരു പുതിയ മാതൃക നൽകിയ ദിനമായി പെസഹ മാറുന്നുണ്ട്. ഭാരതീയ പാരമ്പര്യത്തിൽ ഗുരുസ്മരണയിൽ ശിഷ്യന്മാരാണ് ഗുരുവിന്റെ പാദങ്ങൾ ഭക്തിയോടുകൂടെ ബഹുമാനം കാണിക്കുവാൻ വേണ്ടി കഴുകുക. എന്നാൽ അന്ത്യത്താഴവേളയിൽ അത് നേരെ വിപരീതമായി മാറുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് വിനയത്തിന്റെ ഒരു മാതൃകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു, ആ മാതൃകയെ അനുകരിക്കുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, അത് കുടുംബ ബന്ധങ്ങളിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, മറ്റുള്ളവനെ കേൾക്കുവാനും അവരനെ ചേർത്ത് പിടിക്കുവാനും അവന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അവന്റെ കുറവുകളെ നിറവുകളാക്കാൻ തക്ക വിധം കുറവുകളോടുകൂടെ അവരെ സ്വീകരിച്ച് സ്നേഹിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും ഗുരു നമുക്ക് പകർന്നു തന്ന ആ ഒരു മാതൃകയെ നമ്മൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുക. ഓരോ വിശുദ്ധ കുർബാനയർപ്പണത്തിന്റെയും തുടക്കത്തിൽ അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള ഗാനം നമ്മൾ ഭക്തിപൂർവ്വം ആലപിക്കുമ്പോൾ അതിന്റെ ഈരടികൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു ബലി അർപ്പിക്കാം. പ്രിയമുള്ളവരെ, അനുരഞ്ജനത്തോടുകൂടെ എപ്രകാരമാണ് എനിക്ക് എൻ്റെ പ്രിയമുള്ളവരെ ചേർത്ത് പിടിച്ച് അവരോട് രമ്യപ്പെട്ട് ബലിയർപ്പിക്കാൻ കഴിയുക? അന്ന് നമ്മളും ഗുരുവിന്റെ മാതൃക പിൻചെല്ലുന്ന ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യരായി പിൻഗാമികളായി മാറും. വിശുദ്ധ കുർബാനയായി മാറാൻ തൻ്റെ സ്നേഹം മുഴുവനായി മുറിച്ചു നൽകിയ തമ്പുരാന്റെ ഓർമ്മകളിൽ നാം ഇന്നായിരിക്കുമ്പോൾ കൂടെ വസിക്കുന്ന ദൈവം എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപോലെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ ആയിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ലയോ 14 മാർപ്പാപ്പ പറയുന്നത് പോലെ എൻ്റെ ദൈവം ഞാൻ തോൽക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഉറപ്പായിരിക്കട്ടെ പ്രത്യാശ. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും നമ്മെ തേടിയെത്തുന്ന ആ പുതിയ സ്നേഹം, വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം, മഹാസ്നേഹം, ആ സ്നേഹത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്വീകരിക്കാനും സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മഹാനായ അഗസ്തീനോസ് പുണ്യവാളൻ ഓരോ വിശുദ്ധ ബലി അർപ്പണത്തിന് മുൻപും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, ഈശോയെ
അങ്ങായി രൂപാന്തരപ്പെടാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ താളമായി നിലകൊള്ളേണ്ടത്. ഏവർക്കും പെസഹ തിരുനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു. ദിവ്യകാരുണ്യീശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.